എനിസ്കലിൻ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. 410 വർഷങ്ങൾക്ക് മുമ്പ് 1612 സർ വില്യം കോളിന് വേണ്ടിയിട്ടാണ് പോർട്ടോറ കാസിൽ നിർമ്മിച്ചത്. കാണുന്നതാണ് ലോവർ ലോഫ് ഏൻ തടാകം. ഇതിന്റെ തീരത്തായിട്ടാണ് പോർട്ടോറ കാസിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 മീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 3 നിലകളിലുമായിട്ടായിരുന്നു ഈ കാസിൽ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ പോർട്ടോറ കാസിൽ പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നടക്കാൻ വേണ്ടിയുള്ള അതിമനോഹരമായ ഗ്രീൻ വേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാസിൽ നശിക്കാൻ കാരണമായത് ശരിക്കും റോയൽ സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളാണ്. അവർ കെമിസ്ട്രി ലാബിൽ നിന്നും പഠിച്ച ഒരു ഗൺ പൗഡർ എക്സ്പെരിമെന്റ് അവരിവിടെ പരീക്ഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവരെ കുറച്ച് ഡിഗിങ്ങും ഇതിലൂടെ നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും ഇത് കൂടുതൽ നശിക്കാൻ വേണ്ടി കാരണമായി. ഈ പടത്തിൽ കാണുന്നത് പോലെ 4 മൂലയ്ക്കും 4 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. അത് 4ഉം നശിപ്പിക്കപ്പെട്ടു. ഈ കാണുന്നത് അത്തരത്തിലൊരു ഗോപുരത്തിന്റെ അവശിഷ്ടമാണ്. ഇതിന് ഏകദേശം 3 മീറ്റർ വ്യാസമുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഗൺലൂപ്പുകളും ഈ ഒരു ഗോപുരത്തിലുണ്ട്. അതുപോലെ തണുപ്പ് അകറ്റാനായി ഇതുപോലെയുള്ള 2 നെരിപ്പോടുകൾ ഈ ഒരു കാസിലുണ്ടായിരുന്നു. ഈ ഏൺ നദിയുടെ തീരത്തുകൂടി പണ്ടൊരു ചപ്പാത്തുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഇതുവഴി ധാരാളം ഗതാഗതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെയായി 1950 നടന്ന ഡ്രെയിനേജ് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ കുഴിച്ചപ്പോൾ ഇവിടെ നിന്നും ഒരു വെങ്കലത്തിൽ ഉണ്ടാക്കിയ ഒരു കത്തിയും അതുപോലെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കോടാലിയും കിട്ടിയെന്നാണ് ചരിത്രം പറയുന്നത്. ഇതൊക്കെയാണ് പോർട്ടോറ കാസിലിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.